മുട്ട പലപ്പോഴും ഒരു സൂപ്പർ ഫുഡിന്റെ ഗണത്തിലാണ് പെടുത്തുന്നതെങ്കിലും കൊളസ്ട്രോൾ പേടിച്ച മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കുന്ന ശീലം പലർക്കുമുണ്ട്. എന്നാൽ ഇത് പതിവാക്കിയാൽ ഗുണത്തേക്കാൾ ദോഷം ചെയ്തേക്കുമെന്നാണ് ഹൃദ്രോഗ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. മുട്ടയുടെ മഞ്ഞ രക്തത്തിലെ കൊളസ്ട്രോൾ കൂട്ടുമെന്നാണ് മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നത്. ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ 85% നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്, അല്ലാതെ ഭക്ഷണത്തിലൂടെയല്ല. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോൾ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവിനെ കാര്യമായി ബാധിക്കില്ലെന്ന് ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നു. അതിനാൽ ഹൃദയാരോഗ്യത്തിനായി മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കേണ്ട കാര്യമില്ല. മുട്ടയുടെ മഞ്ഞയിലാണ് വിറ്റമിൻ എ, ഇ, ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ തുടങ്ങിയ പ്രധാന പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ഞ ഒഴിവാക്കുമ്പോൾ മുട്ടയിലെ ഏറ്റവും ഗുണപ്രദമായ ഭാഗമാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത്. കൂടാതെ മുട്ടയുടെ വെള്ളയിലെ പ്രോട്ടീൻ മാത്രം കഴിക്കുന്നത് ശരീരത്തിലെ ബയോട്ടിൻ എന്ന വിറ്റാമിനെ ആഗിരണം ചെയ്യുന്നത് തടയുകയും പോഷകക്കുറവിനും കാരണമാകും. മാത്രമല്ല, മുട്ടയുടെ വെള്ള മാത്രം കഴിക്കുമ്പോൾ ശരീര വീക്കത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് സന്ധിവാതം, കുടലിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ലീക്കി ഗട്ട് തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. മുട്ട കഴിക്കുമ്പോൾ അതിന്റെ ഗുണമേന്മയും പ്രധാനമാണ്. കൃത്രിമ തീറ്റകൾ നൽകി ഫാമുകളിൽ വളർത്തുന്ന കോഴികളുടെ മുട്ടയേക്കാൾ സ്വാഭാവിക സാഹചര്യങ്ങളിൽ വളരുന്ന നാടൻ കോഴികളുടെ മുട്ട തിരഞ്ഞെടുക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മുട്ട കഴിക്കുമ്പോൾ വെള്ളയും മഞ്ഞയും ചേർത്ത് പൂർണ്ണ രൂപത്തിൽ തന്നെ കഴിക്കുന്നതാണ് ആരോഗ്യകരമായ രീതിയെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു പറയുന്നു.